മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കാണുന്നത് അരുളിച്ചെടി എന്ന പേരിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലും ഒക്കെ റോഡ് സൈഡിലും ഒക്കെ പൂന്തോട്ടങ്ങളിലും പാർക്കുകളിലൊക്കെ നട്ട് വളർത്തി പരിപാലിച്ചു പോരുന്ന ഒരു ചെടിയാണ്. ഇത്തരത്തിലുള്ള ചെടിയിൽ വളരെ കളർ, അതായത് നീല, വെള്ള, ചുവപ്പ്, ഇങ്ങനെ വ്യത്യസ്ത പൂക്കൾ വിരിയുന്ന ഈ അരുളി ചെടികൾ നഴ്സറികളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ മിക്ക വീടുകളിലും ഇപ്പോഴിത് വാങ്ങിച്ച് പരിപാലിക്കുന്നുണ്ട്. അതിൻ്റെ പൂക്കൾ എടുത്ത് പൂജാപുഷ്പങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഈ അരുളിച്ചെടിയുടെ പൂക്കൾ ഇപ്പോൾ ധാരാളമായിട്ട് കേരളത്തിൽ എത്തിച്ചേരുന്നുണ്ട്. അത് പൂക്കടകളിൽ വന്നു ചേരുകയും അവിടെ നിന്ന് വ്യത്യസ്ത പൂജ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളിത് വില കൊടുത്ത് വാങ്ങിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിൽ ഒളിച്ചിരിക്കുന്ന ഒരു അപകടത്തെക്കുറിച്ച് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനാണ് എപ്പോഴും ഈ വീഡിയോ ചെയ്യുന്നത്. ഈ തരത്തിൽ, അതായത് ഇതിൻ്റെ ഗണത്തിൽപ്പെടുന്ന പൂക്കൾ, കോളാമ്പിച്ചെടി, അപ്പോൾ അതൊക്കെ ഇതേ ഗണത്തിൽപ്പെടുന്ന പൂക്കളാണ് അരുളി. അപ്പോൾ ഇതിൻ്റെ ഈ പൂക്കൾ കാണാൻ വളരെ മനോഹരമാണെങ്കിലും വിവിധ നിറങ്ങളോടുകൂടിയ പൂക്കൾ ഉണ്ടെങ്കിലും ഈ പൂക്കളും ഇതിൻ്റെ ഇലയും ഇതിൻ്റെ കറയും ഒക്കെ നമുക്ക് വളരെയധികം അപകടം വരുത്താൻ തക്ക ശേഷിയുള്ള വിഷാംശം ഇതിലടങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മൾ വളർത്തുമൃഗങ്ങളായ പശു, ആട്, എരുമ, പോത്ത്, അതുപോലെ തന്നെ മുയലുകളൊക്കെ ഇതിൻ്റെ ഇല കഴിക്കാനിടയായാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് കുഴഞ്ഞു വീഴുകയും വായിലൂടെ പത വരികയും നമ്മൾ വൈദ്യസഹായം ലഭ്യമാക്കിയില്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ മരണം സംഭവിക്കുകയും ചെയ്യുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു ആട് ഒരിക്കലും ഈ അരുളിയുടെ ഏതാനും ഇലകൾ തിന്ന് അത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീഴുകയും അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. ഒടുവിൽ അതിൻ്റെ വാ തുറന്ന് കൈയിട്ട് എടുത്തപ്പോഴാണ് ഈ അരുളിച്ചെടിയുടെ ഇല അതിൻ്റെ വായിൽ നിന്ന് കിട്ടത്. അങ്ങനെ അരുളിച്ചെടിയുടെ ഇലയാണെന്ന് മനസ്സിലാവുകയും ഒപ്പം വെറ്ററിനറി ഡോക്ടറെ വിവരമറിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം വന്ന് 2-3 ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ ആ ആട് പിന്നെ ജീവൻ രക്ഷിക്കാൻ കഴിയുകയും ചെയ്തു. എന്നാൽ എന്താണെന്ന് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ആടിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ കുഞ്ഞുങ്ങളും അത് മുതിർന്നവരായ നമ്മൾ തന്നെയും ഒരുപക്ഷെ പൂക്കളോടും ചെടികളോടും ഒക്കെ വളരെയധികം സ്നേഹമുള്ള വ്യക്തികളായതുകൊണ്ട് അല്ലെങ്കിൽ ആളുകളായതുകൊണ്ട് ഈ ചെടികളുമായിട്ടൊക്കെ നമ്മൾ വളരെയധികം അടുപ്പം സ്ഥാപിക്കുകയും പൂക്കളെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഇതിൻ്റെ പൂക്കൾ ഒരുപക്ഷെ മണപ്പിക്കുകയും അറിയാതെ തന്നെ വായിൽ വെക്കുകയും ചവയ്ക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ ചെമ്പരത്തിയോ റോസയോ മുല്ലയോ തുളസിയോ ഒക്കെ ചെയ്യുന്നത് മൂലം യാതൊരു അപകടവും ഇല്ല എന്ന് മാത്രമല്ല, അത് ശരീരത്തിനും മനസ്സിനും വളരെയധികം ഗുണപ്രദവുമാണ്. എന്നാൽ ഈ അരുളിച്ചെടിയുടെ പൂവോ ഇലയോ തണ്ടോ കറയോ ഒക്കെ ഇത്തരത്തിൽ നമ്മൾ കടിക്കുകയോ നമ്മുടെ വായിൽ അതിൻ്റെ കറയൊക്കെ പിരളുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന അപകടങ്ങൾ വളരെ വലുതാണ് എന്ന കാര്യം നാം മറക്കരുത്. ഒരുപക്ഷെ സ്ഥലത്തില്ല, മറ്റാരും ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ, പൂന്തോട്ടത്തിലിരിക്കുന്നുണ്ടെങ്കിൽ ഈ പൂവിനുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള പൂക്കളുടെ നിജസ്ഥിതി, ഇതിൻ്റെ ദോഷങ്ങൾ അറിയാൻ വയ്യാത്ത ഒരാളെന്ന നിലയിൽ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കറ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വിഷാംശം നമ്മുടെ ശരീരത്തിൽ വ്യാപിക്കുകയും നമുക്ക് ബോധക്ഷയം സംഭവിക്കുകയും നമ്മുടെ വായിലൂടെ നുരയും പതയൊക്കെ വന്ന് മരണം സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കണം. ഈ അടുത്ത സമയത്തായിട്ട് ഒരു യുവതി ഇത് മൂലമാണ് മരിച്ചതെന്നും പറയപ്പെടുന്നു. അതിനെപ്പറ്റി വിശദമായിട്ട് അന്വേഷണം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ വളർത്തുമൃഗങ്ങൾ ഇതിൻ്റെ ഇല കഴിക്കുകയാണെങ്കിൽ മരണം സുനിശ്ചിതമാണ് എന്ന കാര്യം വളരെയധികം സത്യമാണ്, അത് അനുഭവത്തിലുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച് തന്നെ ആ ആടിനെ രക്ഷിക്കാനായത് ഇല ഇതാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും വൈദ്യസഹായം പെട്ടെന്ന് ലഭ്യമാക്കാൻ കഴിയുന്നതുമാണ്. അതുകൊണ്ട് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകർ ഈ സസ്യം നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അത് നശിപ്പിക്കാൻ മനസ്സ് വരുന്നില്ല എങ്കിൽ വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കേണ്ടതും, ഇതിന് ചുറ്റും വലയോ വല്ലതും കെട്ടി ഇതിൻ്റെ ഇലയും പൂവും നാൽക്കാലികളോ കുട്ടികളോ മുതിർന്നവർ തന്നെയോ പറിക്കാനോ അത് സ്പർശിക്കാനോ അത് വായിൽ വെക്കാനോ ഇടയാവാത്ത വിധം ഉള്ള മുൻകരുതൽ എടുക്കണമെന്നുമാണ് ഇലഞ്ഞൂർ ബ്ലോഗിന് പറയാനുള്ളത്.
എന്തായാലും മനുഷ്യർക്ക്, മൃഗങ്ങൾക്ക് ഒക്കെ ഉപദ്രവകരങ്ങളായ ഇത്തരം ചെടികൾ ഇപ്പോൾ ധാരാളമായിട്ട് ആളുകൾ വളരെ ആ, അധികം നട്ടുവളർത്തി പരിപാലിച്ച് പോരുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള നമുക്ക് ദോഷങ്ങളായ ചെടികൾ ഒഴിവാക്കുകയും നമ്മുടെ മനസ്സിനും ശരീരത്തിനും സന്തോഷവും ഒക്കെ പകരുന്ന മറ്റ് കേരളത്തിൻ്റെ തനതായ ചെടികൾ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം എന്നാണ് ഇലഞ്ഞൂർ ബ്ലോഗിന് ഈ അവസരത്തിൽ ഓർപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അരുളിച്ചെടി പോലെയുള്ള കുറേയധികം ചെടികൾ, ഇതെല്ലാം നമ്മുടെ കേരളത്തിലെ ചെടികളല്ല, മറ്റെവിടെ നിന്നൊക്കെ എത്തിച്ചേർന്നതും, എന്നാൽ അതിൻ്റെ പൂക്കളുടെ ആ മനോഹാരിത കണ്ടുമൊക്കെ ആൾക്കാർ വാങ്ങിച്ച് വളർത്തുകയൊക്കെ ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ കേരളത്തിലെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രത്യേക തരത്തിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു ചെടി ഉണ്ടെങ്കിൽ അതേ ചെടി ഉള്ളിടത്ത് പോയി വാങ്ങിച്ചത് പരിപാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ദൂഷണങ്ങളോ അത് നട്ടു വളർത്തിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെപ്പറ്റി ഒന്നും നമ്മൾ ആരും തന്നെ ചിന്തിക്കാറില്ല എന്നുള്ളതും വസ്തുതയാണ്. അതുകൊണ്ട് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ കാര്യങ്ങൾ വളരെയധികം ഗൗരവമായിട്ട് പരിഗണിക്കണമെന്നും, നമുക്ക് ഒരു തരത്തിലും പ്രയോജനമില്ലെന്ന് മാത്രമല്ല വളരെയധികം അപകടം വിളിച്ചു വരുന്നതുമായ ഇത്തരം ചെടികൾ നമ്മുടെ പൂന്തോട്ടത്തിൽ നിന്നും ചെടിത്തോട്ടത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നുമാണ് ഈ അവസരത്തിൽ എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനോടൊപ്പം ഒരു ബെല്ലൈക്കൻ കൂടിയുണ്ട്, അതമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. എല്ലാവരുടെയും പൂർണ്ണമായ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.